ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ പല പല ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിലേക്ക് വരുന്ന സർക്യൂട്ട്, അതായത് അതിലേക്ക് വരുന്ന കേബിൾ കണക്ഷൻ, പാനൽ ബോർഡ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് പാനൽ ബോർഡ് വെച്ചതിന് ശേഷം അതിൻ്റെ ട്രേ അടിച്ച് കൊണ്ടുപോയിരിക്കുന്ന രീതിയാണ് കാണുന്നത്. ഗ്ലാൻഡിങ് കാര്യങ്ങളൊക്കെ കേബിളുകൾ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകളാണ് എല്ലാ സ്റ്റെയറുകളിലേക്കും പോകുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ, അങ്ങനെ എല്ലാ ഫ്ലോറുകളിലേക്കും പോകുന്ന കേബിളുകളാണ് പോകുന്നത്. ഈ കേബിളുകളിൽ നിന്ന് ട്രേ അടിച്ചിട്ടാണ് ഓൾറെഡി നമ്മൾ കേബിളുകൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ മെയിൻ കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ പാനൽ ബോർഡിൻ്റെ മെയിൻ അകത്ത് വരുന്ന മീറ്റർ ബോക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ താഴെയാണ് വയ്ക്കുന്നത്. താഴെ നിന്ന് റീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്റ്റെയറുകളിൽ നിന്നും, എല്ലാ ഏരിയകളിൽ നിന്നും, എല്ലാ റൂമുകളിൽ നിന്നും വരുന്ന എല്ലാ ഫ്ലോറുകളിൽ നിന്നും വരുന്ന എർത്ത് എല്ലാം ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലേറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ എർത്ത് ചെയ്യാനുണ്ട് ഓൾറെഡി. ഇത് പ്ലേറ്റ് എല്ലാ ഫ്ലോറുകളിലേക്കും പോകുന്നുണ്ട്. ആ ഫ്ലോറുകളിൽ നിന്ന് പോകുന്ന പ്ലേറ്റ് നമ്മളെല്ലാം ലിങ്ക് ചെയ്താണ് എടുക്കുന്നത്. ആ ലിങ്കിങ്ങിലേക്കാണ് നമ്മൾ ഓരോ ഫ്ലോറിൻ്റെ എർത്ത് അതിലേക്ക് കൊടുക്കുന്നത്. അതിനുശേഷം പാനൽ ബോർഡ് എർത്ത് ചെയ്യുന്നു. പാനൽ ബോർഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് നേരെ എല്ലാ ഫ്ലോറുകളിലേക്കും പോകുന്നു. പിന്നെ ഈ പോകുന്നത് ട്രേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ട്രേകളിലൂടെയാണ് ഈ പറയുന്ന കേബിളുകൾ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതെല്ലാം കറക്റ്റ് ചെയ്ത് ആദ്യമേ തന്നെ ടാഗ് ചെയ്തിട്ട് കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്തിട്ട് ത്രെഡ് റോഡ് നമുക്ക് വേണ്ട അകലത്തിൽ എത്രയാണോ ലെങ്ത്ത് വരുന്ന ആ ലെങ്ത്തിൽ നമ്മളെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ആങ്കർ ബോൾട്ടാണ് നമ്മൾ ഭിത്തിയിലേക്ക് സെൻസറിൻ്റെ താഴെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ തൂക്കിയാണ് ഇടുന്നത്. അതിനുശേഷം ആ ട്രേ അതിലേക്ക് വെച്ചതിന് ശേഷം ട്രേ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതാണ്, അവൈലബിൾ ആണ്. ഈ ട്രേ വെച്ചതിന് ശേഷം അതിലൂടെയാണ് കേബിൾ കൊണ്ടുപോകുന്നത്. വളരെ നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിംഗ് മേഖലയായതുകൊണ്ട് സേഫ്റ്റി ഭയങ്കരമായിരിക്കും. ഈ പറയുന്ന കേബിളുകളെല്ലാം തന്നെ നമ്മുടെ ഓരോ സെക്ഷനുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഈ സെക്ഷനുകളിലെല്ലാം തന്നെ ഗ്ലാൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പാനൽ ബോർഡിലേക്ക് കയറ്റുന്നത്. പാനൽ ബോർഡിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാവും. ഈ സെക്ഷനിൽ നിന്ന് പാനൽ ബോർഡിൽ നിന്നാണ് നമ്മൾ ജനറേറ്ററിൻ്റെ സെക്ഷൻ വരുന്നത്. ജനറേറ്റർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ വെക്കാം. അതല്ല നമ്മൾ അല്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിലും ചെയ്യാം. ബിൽഡിങ്ങിൻ്റെ മെയിൻ കൺട്രോളിങ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഈ മെയിൻ സിസ്റ്റമാണ് വരുന്നത്. HRC കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. HRC സെക്ഷൻ ഫീസ് യൂണിറ്റ് കാര്യങ്ങൾ, HRC ഫീസ് യൂണിറ്റ് ഇതിൻ്റെ ഓരോ സെക്ഷനിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഓരോ ഫ്ലോറുകൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഓരോ ചെറിയ പെട്ടി പോലെ നിങ്ങൾ കാണുന്നില്ല, അത് ഓരോ ഫ്ലോറുകളുടെയും ഓരോ റൂമുകളിലും വേണമെങ്കിൽ സെപ്പറേറ്റ് കണക്ഷൻ വരുന്ന സ്ഥലത്ത് സെപ്പറേറ്റ് മീറ്ററുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.